കണ്ടസ്റ്റന്റിന്റെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ നെക്സ്റ്റ് വീട്ടമ്മ. കണ്ണോരം ചിങ്കാരം കണ്ണോരം ചിങ്കാരം ഈ പൂവിൽ വന്നു വണ്ട് മോളവേ കാതോരം കിന്നാരം കാതോരം കിന്നാരം ഈ കാറ്റിലാടും ഈറ മോളവേ ഈ നെഞ്ചിലെ സാവേറികൾ പെയ്തു തോറും ഇന്ദ്രനീലരാവായി കണ്ണോരം ചിങ്കാരം കണ്ണോരം ചിങ്കാരം ഈ പൂവിൽ വന്നു വണ്ട് മോളവേ കാറ്റിന്റെ കയ്യിൽ വെൺതൂവൽ പോലെ താഴ്വാരമാകെ പറന്നലഞ്ഞു വർണ്ണങ്ങളേഴും ചാലിച്ച മോഹം ഒന്നായി മാറിൽ അലിഞ്ഞു ചേർന്നു ഒരു മാരിതിൽ തുമ്പിയായി തെളിയുന്നു രോമഹർഷം ഒരു രാമഴത്തുള്ളിയായി കുളിരുന്നു നിന്റെ സ്നേഹം അതിനായി ഞാൻ അലയുന്നു പല ജന്മം കണ്ണോരം ചിങ്കാരം ഈ പൂവിൽ വന്നു വണ്ട് മോളവേ സാരിഗപരി സാനി പമരി സാനിത മഗ സാനിത മഗരി സ്വരം തുടങ്ങിയപ്പോ ഭയങ്കര ഇഷ്ടമായോ സാറ് വേഗം നിർത്തും അപ്പോഴത്തേക്ക് ചേച്ചി ബസർ അടിച്ചു. പക്ഷേ അതിന്റെ കാര്യം മറന്നുപോയ സ്വരം കൂടെ കേട്ടിട്ട് അടിച്ചാൽ മതിയായിരുന്നു. സ്വരം കേൾക്കണോ? സ്വരം ഒന്ന് പാടും. സാരിഗപദ സാധ പഗരി സാനി പമരി സാനിത മഗ സാനിത മഗരി സാ ഗുഡ് ഗുഡ് അമേസിംഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. എന്ത് രസമായിട്ടാണ് എനിക്കും, ഡെഫിനറ്റ്ലി ഇത് ഇങ്ങനെ പാടിപ്പിച്ച് ഇത്രയും ഇതാക്കിയ രാധികയ്ക്കും മുഫീദയ്ക്കും ഡെഫിനറ്റ്ലി ഒരു വലിയ ഉറപ്പായിട്ടും അവര് രണ്ടുപേരും ഭയങ്കര രസമായിട്ട് പാടിയത്. നമുക്ക് ഗ്രൂമേഴ്സിനെ ഗ്രൂമേഴ്സിനെ രണ്ടുപേരെയും ഒന്ന് സ്വാഗതം ചെയ്യാം. നമ്മളെ കണ്ടസ്റ്റൻസ് എല്ലാരും വന്നിട്ട് മുഫീദാത്ത രാധിക ചേച്ചി മുഫീദാത്ത രാധിക ഇതെന്നാണ് പാട്ടില്ല അവരായിരുന്നു എനിക്ക് അവിടെ ആ ശ്വാസം വിടാനുള്ള ഗ്യാപ്പ് പറഞ്ഞു തന്നത്. തീർച്ചയായിട്ടും ഞാൻ ഫസ്റ്റ് വരണം ആ പാടുന്ന മുതലേ രാധിക ചേച്ചിയും രണ്ടുപേരും എനിക്ക് ഓരോന്നിടാ ഈ ഫീൽ കൊടുക്ക് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർ ഭയങ്കരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് താങ്ക് യു രണ്ടുപേർക്കും, ഒരുപാട് താങ്ക്സ്. രാധിക ഇപ്പോ ഒരുപാട് പഠിപ്പിച്ചു, അവര് പാടിയത് നമ്മൾ കേട്ടു. നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? അല്ല ഭയങ്കര സന്തോഷം സാർ, നന്നായിട്ട് പാടി കേൾക്കുമ്പോഴേ നമ്മളെ മനസ്സും അത് നിറഞ്ഞു. മാത്രമല്ല നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അതേപോലെ ആ ഫീലിങ്സ് അവരൊക്കെ ഒപ്പിയെടുക്കുന്നുണ്ട് നിങ്ങളുടെ. ഞാൻ മുഫീദയുടെ പാട്ട് ഒരുപാട് കേട്ടിട്ടുണ്ട്, അപ്പൊ എനിക്ക് മനസ്സിലാവും ഓരോത് ഇവര് കുട്ടികൾ ഭയങ്കരമായിട്ട് അത് ഒപ്പിയെടുക്കുന്നുണ്ട്. പലയിടത്തും ആ എക്സ്പ്രഷൻ കേട്ടാറിയാം. അപ്പോ നമ്മൾ മെഡൽ കൊടുത്ത് നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് സ്വാഗതം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ടല്ലോ, അത് ആദ്യം ചെയ്യണം. അതെ ആദ്യം
തോന്നുന്നു ഏറ്റവും യോഗ്യത ഇത് അണിയിക്കാനുള്ളത് നമ്മുടെ ഗ്രൂമേഴ്സിന് തന്നെയാണ് രണ്ടുപേര് ഏറ്റവും തന്നെയാണ്. യോഗ്യത അതിന്. അപ്പൊ രണ്ടുപേരും ചേർന്ന് അണിയിച്ചോളൂ. ഓക്കെ, അപ്പൊ എന്തായാലും ലക്കി നമ്പർ തെരഞ്ഞെടുക്കാനുള്ള സമയമാണ്. ലക്കി നമ്പർ 10. 10. Chair number 10. എന്റെ നമ്പർ ഇതുവരെ വന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. 10. എന്താണ് ലക്കി നമ്പർ 10 ആവാൻ? അങ്ങനെ ലക്കി നമ്പറിൽ വിശ്വസിക്കുന്നില്ല, പക്ഷെ എനിക്ക് 10 ഇഷ്ടമാണ്. കൈയുടെ അവിടുന്ന് കൈയുടെ ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. നമ്മുടെ ഗ്രൂമേഴ്സിനും രണ്ടുപേർക്കും താങ്ക് യു സോ ഒരുപാട് മച്ച്. നന്ദി. ബൈ ദ ബൈ, ശ്രീലക്ഷ്മിയുടെ കൂടെ ആരെങ്കിലൊക്കെ വന്നിട്ടുണ്ടോ? എന്റെ കൂടെ അച്ഛൻ, അമ്മ, അമ്മായിയമ്മ വന്നിട്ടുണ്ട്, കുഞ്ഞും വന്നിട്ടുണ്ട്. ആഹാ, അമ്മായിയമ്മ ആക്ച്വലി ഒരു ഹീറോ ആണ് കേട്ടോ. അതെ. സത്യം, അത് അമ്മ അമ്മായിയമ്മ എന്ന് പറയുന്ന എനിക്ക് 2 അമ്മമാര് തന്നെയാണ്. അതിലൊരു വ്യത്യാസവും എനിക്കില്ല. ഇനി അങ്ങനെ അല്ലെങ്കിലും ഇനി മുതൽ അങ്ങനെയായിരിക്കും. അങ്ങനെ തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. കാരണം എന്റെ ലൈഫിൽ തന്നെ ഏറ്റവും വലിയൊരു സമയത്തൊക്കെ എന്റെ കൂടെ ഉണ്ടായിരുന്നു, ഇപ്പോഴും എന്റെ കൂടെ ഉണ്ട്. അപ്പം ഞാൻ ഡെലിവറി പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഒരു 2nd 3rd മന്ത് ആയിരുന്ന സമയത്ത് ഞാൻ എനിക്ക് കോംപ്ലിക്കേഷൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്റെ അമ്മയ്ക്ക് ഒരു ആക്സിഡന്റ് പറ്റി. ക്രിട്ടിക്കലായിരുന്നു, നല്ല ക്രിട്ടിക്കലായിരുന്നു. അപ്പൊ ആ സമയത്ത് ഞാൻ പ്രഗ്നന്റ് ആണ്, അമ്മ വെന്റിലേറ്ററിൽ, അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. അപ്പൊ ആ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന അമ്മയുടെ ഒരു കെയർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ സമയത്ത് ഈ ഒരു സംഭവം പറ്റി. പക്ഷെ എന്റെ അമ്മായിയമ്മ ഈ പറഞ്ഞ പോലെ എന്റെ കൂടെ നന്നായിട്ട് നിന്നു. ആ സമയത്ത് എന്റെ അമ്മയുടെ കൂടെ നിന്നു. എന്റെ കസിൻസ് എല്ലാം എന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു. കൂട്ടത്തിൽ എന്റെ അമ്മായിയമ്മയും എന്റെ അമ്മയുടെ കൂടെ ഉണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടായിരുന്നു. അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത കാര്യമാണ്. സോ ആ അമ്മായിമ്മയ്ക്ക് ഞങ്ങളുടെ വക ഒരു നമസ്കാരം. ലക്കി നമ്പർ 10. ആ സീറ്റ് സ്വന്തമാണ്. ഓക്കെ, പോയിരുന്നോളൂ. So let's